നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം ആശങ്കയിലായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് പിന്നാലെ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് ആരംഭിക്കാനാകുമോ എന്ന് പരിശോധിക്കുന്നതിൽ വീണ്ടും അനിശ്ചിതത്വം. മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ കനത്ത മഴ തുടരുകയാണെന്നും കാലാവസ്ഥ പ്രതികൂലമാണെന്നും ഇതിൽ ഇപ്പോൾ തിരച്ചിൽ ആരംഭിക്കുന്നതിൽ പ്രതിസന്ധിയുണ്ടെന്നുമാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അടിയൊഴുക്ക് കുറഞ്ഞതിനാൽ ഗംഗാവലി പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന ഇന്ന് വീണ്ടും ആരംഭിക്കാനാകുമോ എന്ന് ജില്ലാ ഭരണകൂടം പരിശോധിക്കാനിരിക്കെയാണ് കാലാവസ്ഥ വെല്ലുവിളിയായി മാറുന്നത്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ ഇന്ന് എത്തി പുഴയിൽ പരിശോധന നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഈശ്വർ മാൽപെയും സംഘവും ശിരൂരിലെത്തിയെങ്കിലും തെരച്ചിലിന് പോലീസ് അനുമതി നൽകിയില്ല. ഉത്തര കന്നഡ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. വിദഗ്ധ സഹായമില്ലാതെ മാൽപെയെ പുഴയിൽ ഇറങ്ങാൻ അനുവദിക്കില്ലെന്നാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ലാർജ് മൗണ്ട് ഡ്രഡ്ജർ ഇല്ലാതെ നിലവിൽ തെരച്ചിൽ സാധ്യമല്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കനത്ത മഴയെ തുടർന്ന് ഉത്തര കന്നഡ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അർജുനാളെ തെരച്ചിൽ ഇന്ന് വീണ്ടും തുടങ്ങാനാകുമോ എന്ന് പരിശോധിക്കാനായിരുന്നു നേരത്തെ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത്. പുഴയിലെ അടിയൊഴുക്ക് അല്പം കുറഞ്ഞ സാഹചര്യത്തിലാണിത്. എന്നാൽ ഒരാൾക്ക് പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാനുള്ള സാഹചര്യം ഇപ്പോഴുമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. സ്വമേധയാ പുഴയിൽ ഇറങ്ങാൻ തയ്യാറാണെന്ന് മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപെയും സംഘവും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് നിലവിൽ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല. നാവികസേനയുടെ സഹായത്തോടെ കഴിഞ്ഞ മാസം 26-ാം തീയതി 3 തവണ ഈശ്വർ മാൽപെ പുഴയിലിറങ്ങി മുങ്ങാൻ ശ്രമിച്ചെങ്കിലും ഒരു തവണ വടം പൊട്ടി ഒഴുകിപ്പോയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് സമാനമായ സാഹചര്യമാണ്. പുഴയിൽ നിന്നും അരികുകളിൽ പരിശോധന നടക്കാനായിരുന്നു പദ്ധതിയെന്നും ഈശ്വർ മാൽപെ പ്രതികരിച്ചു. പോലീസ് വന്നിട്ട് പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞു. ഡൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. 5ാമത്തെ തവണയാണ് ഇവിടേക്ക് വരുന്നത്. വീട്ടിൽ നിന്നും 200 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. ഞങ്ങളുടെ ചിലവിൽ പൈസ ചിലവഴിച്ചാണ് ഇവിടേക്ക് വരുന്നത്. അർജുൻ മാത്രമല്ല, ലോകേഷും ജഗന്നാഥും ഉണ്ട് എന്ന് ഈശ്വർ മാൽപെ പറയുന്നു. 2 മണിവരെ പുഴയിലേക്ക് ഇറങ്ങാം, എന്നാൽ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാനാകില്ല. അരികുകളിൽ പരിശോധിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അന്ന് എങ്ങനെയാണോ അതേ അടിയൊഴുക്ക് ഇപ്പോഴും പുഴയിലുള്ളത്. ഒന്നും കാണാൻ കഴിയില്ല. പക്ഷേ അരികുകളിൽ പരിശോധന നടത്തുന്നതിന് തടസ്സമില്ല. ജില്ലാ അധികാരി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ നീങ്ങൂ. ഇല്ലെങ്കിൽ ഇന്ന് നാട്ടിലേക്ക് മടങ്ങുമെന്നും മാൽപെ പറഞ്ഞു. പ്രദേശത്ത് ഇന്നും മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് തെരച്ചിലിന് വെല്ലുവിളിയാവുന്നത്. അടിയൊഴുക്ക് കുറയുന്ന സാഹചര്യത്തിൽ ഗംഗാവലി തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ അറിയിക്കുകയായിരുന്നു. അനുമതിയില്ലാതെ ഇറങ്ങാൻ കഴിയില്ലെന്ന് ഈശ്വർ മാൽപെ പറയുന്നു. കുത്തൊഴുക്കും പ്രതികൂല കാലാവസ്ഥയും പ്രതിസന്ധിയാണ്. ജില്ലാ ഭരണകൂടമായും MLAയുമായും ബന്ധപ്പെടുമെന്ന് ഈശ്വർ മാൽപെ പറഞ്ഞു. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കിന്റെ ശക്തി കുറയുന്ന സാഹചര്യത്തിൽ നാളെ മുതൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ അധികൃതരും കാർവാർ MLA സതീഷ് കൃഷ്ണ സേലും അറിയിച്ചതായി MK രാഘവൻ MP അറിയിച്ചിരുന്നു. പ്രദേശത്തെ കാലാവസ്ഥ താരതമ്യേന ഭേദപ്പെട്ട സാഹചര്യത്തിൽ അർജുനെയും മറ്റു 2 പേരെയും കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സതീഷ് സേൽ പറഞ്ഞു. പ്രതീക്ഷയോടെ കാത്തിരിക്കാമെന്നാണ് MP അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.